എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് എപ്പോൾ പുറത്തുവരും? എന്നു മുതൽ നടപ്പാക്കും? എത്രയായിരിക്കും ശമ്പള വർധനവ്? കുടിശ്ശിക എപ്പോൾ കിട്ടും? കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇക്കാര്യങ്ങളാണ്. 2026 ജനുവരി 1 മുതൽ പുതിയ കമ്മീഷൻ ശുപാർശകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 25-ന് നടക്കാനിരിക്കുന്ന NSJCM ഡ്രാഫ്റ്റ് കമ്മിറ്റി യോഗം നിർണായകമാണ്. ശമ്പള വർധനവ് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. 7ാം ശമ്പള കമ്മീഷനിൽ ഇത് 2.57 ആയിരുന്നു. എന്നാൽ 8ാം കമ്മീഷനിൽ ഇത് വർദ്ധിപ്പിക്കണം എന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യം. ഇത്തരത്തിലുള്ള നിർദ്ദേശം സംഘടനകൾ സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി സമർപ്പിച്ചിട്ടുണ്ട്. ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് സുതാര്യത ഉറപ്പാക്കാൻ 8ാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സർക്കാർ പുറത്തിറക്കിയിട്ടുമുണ്ട്. കമ്മീഷൻ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കേണ്ടതും ഇതിലൂടെയാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 മുതൽ 3.25 വരെയാക്കി ഉയർത്തണമെന്നാണ് നിലവിലെ ആവശ്യം. സാധനങ്ങളുടെ വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഉയർത്തിക്കാണിച്ചാണ് ജീവനക്കാർ ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെട്ടാൽ നിലവിലെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ 18,000 രൂപ 58,500 രൂപയായി ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. കമ്മീഷന്റെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ 18 മുതൽ 20 മാസം വരെ സമയമെടുത്തേക്കാം. ഇത്രയും കാലതാമസമെടുത്താലും 2026 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തിലൂടെ ആനുകൂല്യങ്ങൾ എല്ലാ ജീവനക്കാർക്കും ലഭ്യമായേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരണം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അടുത്ത വർഷം അവസാനമായിരിക്കും സമർപ്പിക്കുക എന്നാണ് അറിയുന്നത്. റിപ്പോർട്ട് ലഭിച്ചാലും സർക്കാർ അത് പരിശോധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതിന് വീണ്ടും സമയമെടുക്കും. എങ്കിലും ജീവനക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് സൂചന. നേരത്തെയുള്ള അനുഭവങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. എത്ര വൈകി പരിഷ്കരണം നടപ്പാക്കിയാലും 2026 ജനുവരി 1 മുതലുള്ള കുടിശ്ശിക ലഭിക്കും. 2025 ഡിസംബർ 31-നാണ് 7ാം കമ്മീഷന്റെ കാലാവധി അവസാനിച്ചത്. അതിനാൽ വലിയൊരു തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒന്നിച്ച് ലഭിക്കും. മാർച്ച് ആദ്യവാരത്തിൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി ആരെല്ലാമാണ് പുതിയ ശമ്പള പരിഷ്കരണത്തിന്റെ പരിധിയിൽ വരിക? ആരെല്ലാം പുറത്താകാൻ സാധ്യതയുണ്ട്? 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ആരെ ബാധിക്കും, ആരെ ബാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കാം. 1. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ ബാധകമാകുകയുള്ളൂ. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ ശുപാർശകൾ ബാധകമല്ല. അതിനാൽ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയത് ശേഷം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കില്ല. 2. കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന കരാർ താൽക്കാലിക ജീവനക്കാർക്ക് കേന്ദ്ര സിവിൽ സർവീസസ് നിയമങ്ങൾ ബാധകമല്ല. അതിനാൽ 8ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവിന്റെ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കില്ല. 3. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും 8ാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. 8ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പൂർണ്ണമായോ ഭാഗികമായോ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തീരുമാനിച്ചാൽ മാത്രമേ ഈ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കൂ. 4. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 8ാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. കാരണം മേഖലയ്ക്ക് അതിൻ്റെതായ സവിശേഷമായ ശമ്പള ഘടനയുണ്ട്. അത്തരം ജീവനക്കാർക്ക് അവരുടെ സ്ഥാപനങ്ങൾ കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കിയാൽ മാത്രമേ പ്രയോജനം ലഭിക്കൂ. 5. കേന്ദ്ര സർക്കാരിന്റെ ശമ്പള നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 8ാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. 6. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി കേന്ദ്ര പെൻഷൻകാർക്കാണ് ശമ്പള കമ്മീഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ അന്തിമ യോഗ്യത സർക്കാർ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും. 8ാം ശമ്പള കമ്മീഷന്റെ നടപ്പാക്കലിനായി ദശലക്ഷക്കണക്കിന് ജീവനക്കാർ കാത്തിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള ഏകദേശം 5 ദശലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരും 6.9 ദശലക്ഷത്തിലധികം പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷന്റെ നടപ്പാക്കലിനായി കാത്തിരിക്കുകയാണ്. മോദി സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ അംഗീകരിച്ചാൽ ഫിറ്റ്മെന്റ് ഘടകത്തിലെ വർധനവിനൊപ്പം മിനിമം വേതനവും ഗണ്യമായി വർദ്ധിക്കും. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ 8ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച എല്ലാ ചർച്ചകളും വിദഗ്ധരുടെ കണക്കുകളുടെയും ഉറവിടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. 8ാം ശമ്പള കമ്മീഷന്റെ സർക്കാർ പ്രഖ്യാപനങ്ങളെ മാത്രം ആശ്രയിക്കാനും കിംവദന്തികൾ ഒഴിവാക്കാനും കേന്ദ്ര സർക്കാർ തങ്ങളുടെ ജീവനക്കാരെയും പെൻഷൻകാരെയും അറിയിച്ചിട്ടുമുണ്ട്. 7ാം ശമ്പള കമ്മീഷൻ നിയമങ്ങൾ പ്രകാരമാണ് നിലവിൽ അലവൻസുകളും ശമ്പളവും നൽകുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശമ്പള പരിഷ്കരണം വൈകുന്നത്?
എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. കമ്മീഷന്റെ പ്രവർത്തന മാനദണ്ഡങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തു. എന്നിരുന്നാലും നിലവിലെ ശമ്പള ഘടന, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി, ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്നിവ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ഏകദേശം 18 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കമ്മീഷന്റെ റിപ്പോർട്ട് 2027 അവസാനമോ അല്ലെങ്കിൽ 2028 ആദ്യമോ മാത്രമേ സർക്കാരിന് മുന്നിൽ എത്തുകയുള്ളൂ. ശുപാർശകൾ സമർപ്പിക്കപ്പെട്ട ശേഷം സർക്കാർ അവ പരിശോധിച്ച് ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉടനടി ഒരു ശമ്പള വർധനവ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വൈകിയാലും ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകില്ലെന്നാണ് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ച സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പുതിയ ശമ്പള ഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത് വരെ 2026 ജനുവരി മുതലുള്ള അധിക തുക കുടിശ്ശികയായി ജീവനക്കാർക്ക് ലഭിക്കും. ഇത് പലപ്പോഴും 12 മുതൽ 24 മാസം വരെയുള്ള കുടിശ്ശിക ഒന്നിച്ച് ലഭിക്കുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ ലഭിക്കുന്ന വലിയൊരു തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ സാമ്പത്തിക നേട്ടമായി മാറാറുണ്ട്.